അച്ഛമ്മ ഇത് നോക്കിക്കേ. അയ്യോടാ, ഇതാരാ മക്കളെ പടം വരച്ചേ? ഞാൻ വരച്ചതാ. ചുമ്മാ. പിന്നല്ലാതെ ഞാൻ തന്നെ വരച്ചത്. നല്ല ഒന്നാന്തരം പടമാണല്ലോ. മക്കള് വല്ലതും നോക്കി വരച്ചതാണോ ഇത്? അല്ല അച്ഛമ്മ, ഞാൻ എങ്ങ് നോക്കിയിട്ടില്ല. ഇത് എന്റെ സ്വന്തം ഇമാജിനേഷനിൽ നിന്ന് വരച്ചതാണ്. അയ്യോ മിടുക്കി, നല്ല ഒന്നാന്തരം പടം മക്കളെ. അതേ, ഇത്രയും നല്ല പടമൊക്കെ വരയ്ക്കുമ്പോ എന്റെ പൊന്നോളൊരു കാര്യം ചെയ്യണം. എന്താ അച്ഛമ്മ? ഈ പടം വരച്ച് കഴിഞ്ഞിട്ട് എന്റെ ഈ അടിയിലെ ഈ സൈഡിലായിട്ട് മോളുടെ പേര് എഴുതണം. അതായത് മോളൊരു ഒപ്പിട്ട് വെച്ചതുപോലെ. അതെന്തിനാ? അയ്യോ എന്തിനാന്ന് മക്കളെ, ഒരു പടം വരച്ചാലും ഒരു പാട്ട് എഴുതിയാലും ഒക്കെ ഇത് ആരാ ചെയ്തതെന്നറിയണ്ടേ? നമ്മുടേതാണ് ഇതെന്നുള്ളത് അറിയണ്ടായോ? അല്ലേ? മോളുടെ പ്രയത്നമല്ലേ അത്. അതുകൊണ്ട് ഇത് മോളുടെ പടമാണ്, അല്ലെ മോള് വരച്ച പടമാണെന്ന് അറിയാൻ മോൾ അപ്പൊ തന്നെ പേര് അടിയിൽ എഴുതി കേട്ടോ, ഒരു ഒപ്പ് പോലെ ഇട്ട് വെക്കണം. അതെന്താ അച്ഛമ്മ പറയാൻ കാര്യം എന്നറിയോ? പണ്ട് അച്ഛമ്മ സ്കൂളിൽ പഠിക്കുമ്പോ ഒരു കഥയുണ്ട്, പറയട്ടെ? അച്ഛമ്മ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു നല്ല ഡ്രോയിങ് മാസ്റ്റർ ഉണ്ടായിരുന്നു. കാലത്തെ ക്ലാസ്സിലോട്ട് കയറി വരുമ്പോഴേ പറയും, എല്ലാരും ഒരു വെള്ള പേപ്പർ എടുക്കോ എന്ന് പറയും. എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പടമൊക്കെ വരയ്ക്കേ എന്ന് പറയും. എല്ലാവർക്കും ഉത്സാഹം. എല്ലാരും എടുത്ത് വെച്ച് വരച്ച് നല്ല ഭംഗിയായിട്ട്. അപ്പൊ അന്ന് അച്ഛമ്മയ്ക്ക് വരയ്ക്കാൻ വലിയ ഇഷ്ടമാണ്. അച്ഛമ്മ നല്ല ഭംഗിയായിട്ട് പതുക്കെ നല്ലൊക്കെ വരച്ചൊക്കെ എല്ലാം റെഡിയായി. അപ്പൊ അച്ഛമ്മയുടെ തൊട്ട് പുറകിലിരുന്ന കൂട്ടുകാരി പറഞ്ഞു, അയ്യോ സുഹാസിനി, ഞാനൊന്ന് നോക്കട്ടെ, അപ്പഴോ ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛമ്മ പിന്നെന്താ കൊടുത്തു. കൊടുത്തപ്പോ ഈ കൂട്ടുകാരി പറഞ്ഞു, ഞാനിതൊന്ന് കൊണ്ടുപോയിട്ട് നാളെ കൊണ്ട് തന്നാ മതിയോ? അച്ഛമ്മോനെ പിന്നെ കൊണ്ടുപോയിക്കോ, നീ കൊണ്ടുപോയിക്കോ, നാളെ കൊണ്ട് നീ സാറിന്റെ അടുത്ത് കൊടുത്താ മതി എന്ന് പറഞ്ഞു. എന്റെ പൊന്നു മക്കളെ, തിരിച്ചു കൊണ്ടുവന്നില്ലേ? കേക്ക്, അവളത് വീട്ടിൽ കൊണ്ടുപോയി തിരിച്ചൊക്കെ കൊണ്ടുവന്നു. പക്ഷെ തിരിച്ചു കൊണ്ടുവന്നത് എങ്ങനെയാണെന്നറിയാവോ? അയ്യോ, നേരെ കൊണ്ടുപോയി സാറിന്റെ കയ്യിലും കൊടുത്തു പടം. എന്നിട്ട് അവള് സാറിനോട് പറഞ്ഞു, സാറേ ഇത് ഞാൻ വരച്ച പടമാ കേട്ടോ. അച്ഛമ്മയുടെ പേരേ പറഞ്ഞില്ല. അച്ഛമ്മയ്ക്ക് വലിയ സങ്കടമായി പോയി. പിന്നെ സങ്കടം വരാതിരിക്കുവോ? അച്ഛമ്മ കഷ്ടപ്പെട്ട് വരച്ച ഒരു പടം. അപ്പൊ അച്ഛമ്മ എന്താ പറയാത്തത് അച്ഛമ്മ വരച്ചതാന്ന്? അതാ മോളെ ഞാനിപ്പോ പറഞ്ഞത്. അച്ഛമ്മ എന്ന് പറഞ്ഞു, സാറേ ഇത് എന്റെ പടവാന്നൊക്കെ പറഞ്ഞെങ്കിലും സാറ് പറഞ്ഞേ, ഈ പടത്തിന്റെ അടിയില് ആ കൊച്ചിന്റെ പേരാണല്ലോ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ എന്ത് ചെയ്തെന്നറിയാവോ? ആ പടത്തിന്റെ അടിയില് അവളുടെ പേര് എഴുതിയതുപോലെ ഒപ്പങ്ങിട്ടൊക്കെ വെച്ചു. ഈ പടം വരച്ചത് ആ കുട്ടിയല്ലേ, അതുകൊണ്ടല്ലേ ആ കുട്ടിയുടെ പേരല്ലേ അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ എങ്ങനെ അത് നിങ്ങളുടെ പടമാകും എന്ന് ചോദിച്ചു. അച്ഛമ്മ ഒന്നും മിണ്ടിയിൽ ഒരുപാട് അങ്ങ് വിഷം വെച്ചു. അങ്ങനെ കൊണ്ടുപോയി അവളുടെ പടവാദം പറഞ്ഞു കൊടുത്തു സാറിന്റെ കയ്യില്. അച്ഛമ്മ വെറുതെ വരച്ചു, കഷ്ടപ്പെട്ടത് വെച്ചു. അതാ അച്ഛമ്മ പറഞ്ഞത്, എന്റെ പൊന്നോളിനി ഇങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങളെയും പാടിയില് നല്ല ഭംഗിയായിട്ട് പേര് എഴുതി ഒരു ഒപ്പ് പോലെ നല്ല ഭംഗിയായിട്ടൊരു ഒപ്പ് അങ്ങോട്ട് വെക്കണം കേട്ടോ. ഇതാണോ ഒപ്പ്? ഒരുമാതിരി കല കൊല കല കൊല കൊല എന്നില്ല കോഴി ചോറ് കിണ്ടിയത് പോലെ ഉണ്ടല്ലോ. കൊള്ളൂലേ? ഇങ്ങനെ വേണം, നല്ല നല്ല സ്റ്റൈലിന് ഒപ്പിടണം മക്കളെ. ഇതിപ്പോ നിന്റെ അച്ഛന്റെ ഒപ്പ് പോലെ ആയിപ്പോയി. അച്ഛന്റെ ഒപ്പ് സൂപ്പറാ. അതെ അതെ സൂപ്പറാ, അമ്പും മില്ലും പോലെ. എന്നിട്ട് പോരാഞ്ഞിട്ട് നടുക്കൊണ്ടൊരു വെട്ടും. അത് അച്ഛമ്മയ്ക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാ. ഈ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. ഓഹോ. ഇപ്പം ഞാൻ അച്ഛന്റെ ഫോണില് കുറച്ചു ദിവസം മുന്നേ ഒരു വീഡിയോ കണ്ടു. നമ്മള് ഒരാളുടെ പേരില് എത്ര ഒപ്പ് വേണോ ഇടാം. എന്റെ മക്കളെ, നീ എന്തുവാ ഈ പറയുന്നത്? ഒരാളുടെ പേരിൽ എങ്ങനെ എത്ര ഒപ്പ് വേണമെങ്കിലും ഇടുന്നത്? അച്ഛമ്മ അതാണ് എക്സാമ്പിൾ. ഇപ്പൊ അച്ഛമ്മയുടെ പേര് സുഹാസിനി ചന്ദ്രഹാസൻ എന്നല്ലേ? അതെ. അതിൽ നമുക്ക് എങ്ങനെ വേണം ഒപ്പിടാം. ഇപ്പൊ ഞാൻ കാണിച്ചുതരാം. ഈ പേജിൽ കാണിച്ചുതരാം. സുഹാസിനി ചന്ദ്രഹാസൻ. ഞാൻ സുഹാസിനി ചന്ദ്രഹാസൻ തന്നെ ഒപ്പിടണ്ടേ? കാണിച്ചുതരാം. കണ്ടോ? ഇങ്ങനെ ഇടാം. ഇപ്പൊ വേണമെങ്കിൽ അച്ഛൻ വന്നിട്ട് നോക്കിയേ. പേര് തെക്കോട്ടും വടക്കോട്ടും ഒക്കെ വളച്ചു. മനസ്സിലായി. അച്ഛൻ വന്നിട്ട് നോക്കിയേ. കുറച്ചുകൂടെ സ്റ്റൈലിടട്ടെ അച്ഛമ്മ. എന്നാലും സുഹാസിനി ചന്ദ്ര അങ്ങനെ. അത് ശരി. ഇന്ന് PK ഇൻഡസ്ട്രീസിനെ ചെക്ക് കൊടുക്കേണ്ട ദിവസമാണ്. ഒരു ഒപ്പ് കാണാൻ ഉണ്ട്. പോട്ടടാ. ശരി, ഇനി മോളിട് ഒരെണ്ണം കൂടെ. ഒന്നും കൂടി ഇടുവേ.
നന്നായിട്ട് പഠിക്കുവാണേ. ഓ മോക്ക് ഒരുപാട് സൈസിൽ ഇടാൻ അറിയും. എനിക്ക് വയ്യ. ഇതിനെ തിരിച്ചിടാം, ഇങ്ങനെ ഇടാം. അത് ശരി. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കുകയാണല്ലേ. ഇടുക്കി താനെന്തോടാ രാവിലെ ഇങ്ങോട്ട്? ഓഫീസിൽ പണിയൊന്നും ഇല്ലയോ? പണിയുണ്ട് മാഡം. എന്നിട്ടാണോ ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നത്? ചുമ്മാ കിടന്ന് ഇറങ്ങാതെ പോ, ഓഫീസിൽ വന്ന് നോക്ക്. ഇങ്ങനെ പോയാല് എനിക്ക് ഈ ജോലി നിന്ന് രാജിവെക്കേണ്ടി വരും മാഡം. ഓ അത് ശരി. അപ്പൊ അവിടുത്തെ എംപ്ലോയീസുമായിട്ട് ഏതാണ്ട് അടിപിടി ഉണ്ടായി. ഇല്ല, എംപ്ലോയീസുമായിട്ട് യൂണിയൻ നേതാക്കന്മാരുമായിട്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ എനിക്കറിയാം. പക്ഷെ പ്രശോഭ് സാറിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം വെച്ചിട്ട് എനിക്ക് ജോലി തുടർന്ന് ചെയ്യാൻ പറ്റുന്നില്ല മാഡം. നമ്മുടെ പ്രശോഭിന്റെ കാര്യമാണോ ഈ പറയുന്നത്? എന്തോ അവനെന്തോ കുഴപ്പം? അല്ല, പ്രശോഭ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴ് കലിപ്പാണ് മാഡം. കട്ടക്കലിപ്പ്. കലിപ്പെന്ന് പറഞ്ഞാൽ കലിപ്പോട് 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 കലിപ്പ്. അത് ശരി. അതേതായാലും നന്നായി. ഈ ഓഫീസ് ആകുമ്പോഴേ കുറച്ച് കലിപ്പും കുറച്ച് ഗൗരവവും കുറച്ച് വഴക്ക് പറച്ചിലും അതൊക്കെ നല്ലതാടോ. അവൻ ആളൊരു തണുപ്പനാണെന്നല്ലേ എല്ലാവരും ഇന്നലെ വരെ പറഞ്ഞുകൊണ്ട് നടന്നത്. നന്നായി, അതിരിക്കട്ടെ. ജിഹാം, പക്ഷേ കലിപ്പെന്ന് പറഞ്ഞാ എന്നോടല്ല മാഡം, പിന്നെ മാഡത്തിനോടാ. എന്നോടോ? ആ, ഞാനെന്തോ ചെയ്തെന്ന? മാഡം ഇന്നൊരു ചെക്ക് ലീഫ് ഒപ്പിട്ട് കൊടുത്തില്ലേ? ചെക്ക് ലീഫ് രാവിലെ കൊടുത്തായിരുന്നു. അത് മാഡത്തിന്റെ ഒപ്പല്ലെന്നാ പറയുന്നത്. എടോ ഞാൻ അറിയാതെ എങ്ങനെയാടോ വേറെ ഒപ്പിടുന്നത്? എന്റെ ഒപ്പ് മാറി പോവോ അങ്ങ്? മാഡം അറിഞ്ഞോ അറിയാതെയോ ചെക്കിലെ ഒപ്പ് മാറിയിട്ടുണ്ട്. ഞാൻ ചെക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, നോക്കിയാട്ടെ. അയ്യേ, ഇതെന്റെ ഒപ്പല്ല. ചുമ്മാതല്ല അദ്ദേഹം കംപ്ലൈന്റ് പറഞ്ഞത്. ആര്? ബേട്ട. ബേട്ട എന്തെന്ന് പറയാനാ? അല്ല, ഇത് മാഡം ബേട്ട പറഞ്ഞതെന്ന് പറഞ്ഞത് മാഡം ഒപ്പിട്ട് കൊടുത്ത ചെക്കാണെന്നാ പറഞ്ഞത്. അയ്യോ മാനേജരെ, ഇന്ന് രാവിലെ ഞാനും പിങ്കി മോളും കൂടെ ഒരു പുസ്തകം എടുത്തു വെച്ച് ചുമ്മാ ഒരു പുതിയ രീതിയിലൊക്കെ കുറേ ഒപ്പിട്ടിങ്ങനെ കളിച്ചു. അതിന്റെ ഇടയ്ക്കായി ഇവൻ ഈ ചെക്കുമായിട്ട് വന്നത്. ഇനി ഞാൻ അങ്ങനെ കാണും ഇട്ട് കൊടുത്തതായിരിക്കും ഇത്. ആയിരിക്കും. അയ്യോ, എന്റർപ്രൈസിലെ സ്റ്റാഫ് ഉണ്ടല്ലോ മാഡം, ഇന്ന് ഈ ചെക്കുമായിട്ട് ബാങ്കിൽ ചെന്നപ്പം മാനേജർ നോക്കിയിട്ട് പറഞ്ഞു ഇത് മാഡത്തിന്റെ ഒപ്പല്ലെന്ന്. ഉടനെ തന്നെ പി കെ എന്റർപ്രൈസുകാര് പ്രശോഭ് സാറിനെ വിളിച്ചു. അദ്ദേഹത്തിന് വലിയ ഇൻസൾട്ട് ആയി പോയില്ലേ? അതാ ഇത്രയും പ്രശ്നം ഉണ്ടായത്. അയ്യോ, എന്തൊരു അബദ്ധമാ ഞാൻ ഈ കാണിച്ചത്. കഷ്ടമായി പോയി. ഏതായാലും മാഡം ഇക്കാര്യം പ്രശോഭ് സാറിനോട് നേരിട്ട് ചോദിക്കണ്ട. അഥവാ ചോദിച്ചാൽ തന്നെ ഇലയ്ക്കും ഉള്ളിനും കേടുവരാത്ത രൂപത്തില് ഒരു രൂപത്തിൽ അങ്ങ് കൈകാര്യം ചെയ്താൽ മതി. കാരണം തെറ്റ് നമ്മുടെ ഭാഗത്താണല്ലോ. മുത്തോണ ഇന്നും ചോറാണോ? അതെ. മുത്തങ്ങളെ എനിക്ക് ചോറ് മതിയേ. കണ്ട കുഞ്ഞെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. അത്ര ബുദ്ധിമുട്ടാണെന്ന് ഞാൻ ബിരിയാണി വെച്ചേരാം. ചിക്കൻ ബിരിയാണി. ബിരിയാണിയാ? എന്നും ഈ ചോറ് തിന്ന് മടുത്തു. വേഗാട്ടെ. അതെ, പെട്ടെന്ന് റെഡിയാക്കി തരാം. ഞാൻ പുറത്ത് പോയി അരി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പിന്നെ ചിക്കനും വാങ്ങിച്ചിട്ട് ഇവിടെ ഒന്ന് റെഡിയാക്കി തരാം. മതി, വേഗം കൊണ്ടുപോവാ. വേഗം വേഗം വേഗം. പിന്നെ ഒരു 3 മണിക്കൂർ തന്നാ മതി. 3 മണിക്കൂറാ? ഈ മല ഇറങ്ങി 1 മണിക്കൂർ അങ്ങ് പോവാൻ. പിന്നെ ഞാൻ ഇവിടെ ആകാനും വെക്കണം, അതിന് 3 മണിക്കൂർ. എനിക്ക് ചോറ് മതി. എല്ലാം വന്ന് കഴിക്കാം. അയ്യോ, എനിക്ക് വേണ്ട മാഡം. എന്താ വേണ്ടേ? വേണ്ട. എന്നാ പിന്നെ പോയിച്ചോ. അല്ല, ഇച്ചിരി കഴിക്കാം. അതാണല്ലോ ചോദിച്ചത്. എനിക്ക് അറിഞ്ഞൂടെ താൻ കഴിക്കുമെന്നുള്ളത്. ഇത് എപ്പ എത്തി? എന്നോടാണോ? കൊച്ചു സമയമായ എന്തോ കുറച്ചു നേരം മുമ്പ് വന്നെന്ന്. ഒന്നുകിൽ മലയാളത്തിൽ പറയണം, അല്ലെങ്കിൽ ഹിന്ദിയിൽ പറയണം. രണ്ടും കെട്ട ഭാഷയിൽ സംസാരിച്ചാൽ ഞാൻ ചോറ് കഴിക്കില്ല. അതെന്താ മാതൃഭാഷയും ദേശീയ ഭാഷയും കൂട്ടി യോജിപ്പിച്ച് സംസാരിച്ചാൽ നീ എനിക്ക് ചോറ് വരുത്തല്ലേ? ചുമ്മാതാണോ ഇവൻ ഏതാണ്ടൊക്കെ ഇവര് അറിയാൻ വയ്യ ഹിന്ദി. അതാ. മതി 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 മതി. അയ്യോ, മതി, കുറച്ച് മതി. മതി മതി മതി. പ്രക്ഷോഭപ്പെട്ട ലഞ്ചിന് വരുന്നത് വിളിച്ച് പറഞ്ഞില്ലായിരുന്നല്ലോ? പെട്ടെന്ന് വരേണ്ട ഒരു അവസ്ഥ വന്നു. അല്ല, കുഞ്ഞിന് ചോറ് വെള്ളം പറ്റേ? എനിക്കൊന്നും വേണ്ട. വേണ്ടേ? എന്താടാ കഴിച്ചാല്? എന്താ നിന്റെ മോന്തെല്ലാം കൂടെ വല്ലാതിരിക്കുന്നത്? എന്തോ അടി? അറിയില്ലമ്മ. ഇത് എനിക്കറിയാൻ പറ്റില്ല എന്താണെന്നുള്ളത്.
അമ്മ എന്തിനാ ആ സൈൻ തെറ്റിച്ചിട്ടത്? ഷോ എടാ, അതിന്റെ കാര്യമാണോ ഈ പറഞ്ഞേ? അതാ ഞാൻ പറഞ്ഞത്, അതൊരു ചെറിയൊരു അബദ്ധം പറ്റിപ്പോയതല്ലേ, അത് ബാങ്കുകാരോട് പറഞ്ഞാ പോരെ. അതിന് നീ ഇങ്ങനെ ചൂടാവുന്നെന്തിനാ? അമ്മക്ക് എന്നോട് അത് പറയാം, എനിക്കത് മനസ്സിലാവും. പക്ഷെ ആ PK ഏജൻസിയിലെ സ്റ്റാഫിന് മുമ്പിൽ ഞാൻ എന്തുമാത്രം നാണം കെട്ടെന്നറിയാമോ? ആ ചെക്ക് ബാങ്കിൽ പോയപ്പോഴത്തേക്കും മാനേജർ എന്നോട് എന്താ ചോദിച്ചതെന്നറിയാമോ? അമ്മയുടെ ഒപ്പം എന്തിനാ മക ഇട്ടിരിക്കണേന്ന്. ഞാൻ അങ്ങ് ഇൻസൾട്ട് ആയിപ്പോയി. അതൊക്കെ അയാളൊരു തമാശ ചോദിച്ചായിരിക്കും. നമുക്കെന്താ അവിടെ പൈസ കടപ്പില്ലയോ മോൻ ഇട്ടുണ്ടോ ഒന്ന് ഓട്ടിച്ചോണ്ട് പോകാനായിട്ട്? അത് അയാൾ കളിക്കാണ് ചോദിച്ചെങ്കിലും ഞാൻ എന്തുമാത്രം ഇൻസൾട്ടഡ് ആയെന്നറിയാമോ? എന്റെ കുഞ്ഞെ, ഞാനിത് മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല. ഇനിയിപ്പൊ അഥവാ നിനക്ക് അതുകൊണ്ടൊരു മനപ്രയാസം ഉണ്ടെങ്കിൽ ഞാനൊരു സോറി പറയേണ്ട കാര്യമില്ല. മാഡം ഇക്കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മനഃപൂർവ്വം അല്ലാന്ന് അമ്മ പറയുന്നു. അപ്പൊ പിന്നെ ആ ഒപ്പിട്ടതാരാ? അമ്മ തന്നെയല്ലേ? മാഡത്തിന്റെ തെറ്റല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ, എന്റെ കൊച്ചമ്മയ്ക്ക് തെറ്റ് പറ്റൂല, അതെനിക്ക് ഉറപ്പാ. വെറുതെ സംസാരിച്ച് വഷളാക്കല്ല. അബദ്ധം പറ്റിയതാണെങ്കിൽ അതങ്ങ് സമ്മതിച്ചാ പോരെ? ആ പ്രശ്നം അവിടെ തീർന്നില്ലേ? ഇതിന് വേറൊരു കാരണമുണ്ട്. മാഡത്തിന് ഇപ്പൊ ഒരു അസുഖം വന്നിട്ടുണ്ട്. അസുഖോ? ഉണ്ണിയേട്ടാ, കാര്യം എന്തോന്നൊന്ന് തെളിച്ച് പറ. അല്ല, അതിനെ ഈ രോഗം വന്നിട്ടുണ്ടെന്ന് പറയാനായിട്ട് ഡോക്ടറിനെ കണ്ടില്ല, ചെക്കപ്പ് നടത്തില്ല, പിന്നെ എങ്ങനെ അസുഖം എന്നൊക്കെ പറയും? അല്ല, അതൊക്കെ ഞാനും മാഡവും കൂടെ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്ത്. ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. നിങ്ങൾ അറിയേണ്ട കാര്യമില്ലോ. പിന്നെ ഈ ഡോക്ടർമാർ അന്ന് ചെക്ക് ചെയ്യാൻ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മയോമി ജിയോഗ്രഫി. മയോമി ജിയോഗ്രഫി. പിന്നെ പ്രതീക്ഷ പോയതും കൂടെ വാലുപോലെ സുരഭി പോയതും പിന്നെ കമ്പനിയിലെ പ്രശ്നങ്ങളും ഒക്കെ മാഡത്തിനെ മാനസികമായിട്ട് ഒരുപാട് അസ്വസ്ഥയാക്കിയിട്ടുണ്ട്. നിർത്തിക്കേ. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അമ്മയുടെ ഒപ്പ് എങ്ങനെ മാറിയിട്ടു അത് പറ. അതായത് ഈ രോഗാവസ്ഥയില് ഉറക്കം കിട്ടുന്നില്ല, ഉറങ്ങാൻ പറ്റത്തില്ല. ഉറക്കം കിട്ടിയില്ലേ മനുഷ്യന് ഒപ്പം എന്നുള്ളതല്ല, ആളിനെ വരെ മാറും. ഈ ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഒപ്പൊക്കെ മാറിപ്പോകും. അതന്നെ, ഞാനും ഉറക്കമില്ലാതെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ എന്റെ ഒപ്പൊന്നും ഇതുവരെ മാറിപ്പോയിട്ടൊന്നുമില്ല. ഇത് ചുമ്മാ പറയുന്നതായിട്ട് എനിക്ക് തോന്നണം. അല്ലല്ല, എന്റെ കൊച്ചമ്മയ്ക്ക് ഒന്നുമില്ല, ഒരു അസുഖവും ഇല്ല. ഇല്ലേ കൊച്ചമ്മ? നിങ്ങൾ പറയുന്ന പോലല്ല, ഉറങ്ങിയില്ലേ മനുഷ്യന്റെ സ്വഭാവത്തിന് തന്നെ മാറ്റങ്ങൾ സംഭവിക്കും. അത് ശരിയാ, ഉറങ്ങിയില്ലെങ്കിൽ നമ്മൾ ഓർമ്മശക്തിയെ വരെ അത് ബാധിക്കും. കൊച്ചിന് വിവരമുണ്ട്. നീ ഉണ്ടായിരുന്നേ, നീ ഇതെന്തറിഞ്ഞിട്ടേ പറയണേ? നീ അതിനെ കിടന്ന് വരട്ടി ചുമ്മാ ചോദിച്ചേ, നിന്നെ അവളെ വഴക്ക് പറയുന്നത്? ചേടാ, നീ 2 ദിവസം ഉറങ്ങാതിരുന്ന് നോക്ക്, അപ്പൊ അറിയാം അതിന്റെ വിശേഷം. അമ്മ 2 ദിവസമല്ലേ പറഞ്ഞേ? 3 ദിവസം ഉറങ്ങാതിരിക്കാം. ഞാൻ മാത്രമല്ല, മുത്തുവണ്ണനും പ്രശോഭേട്ടനും. അല്ല, ഞാനില്ല. ഞാൻ ഉണ്ട്. അല്ല, ഉറങ്ങാതെ എനിക്ക് അടുക്കളയിൽ ജോലിയൊക്കെ ഉള്ളതാണ്. നമ്മൾ 3 പേര് ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. അല്ല, അതൊന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ഇല്ല, ഒന്നും ആലോചിക്കാനില്ല അല്ലേ? വെല്ലുവിളി എങ്കിൽ വെല്ലുവിളി. 3 ദിവസം നിങ്ങൾ ഉറങ്ങാതിരുന്നിട്ടും നിങ്ങളുടെ സ്വഭാവത്തിന് വേറെ മാറ്റങ്ങളൊന്നും വന്നില്ലെങ്കിൽ മാഡം നിങ്ങളോട് മാപ്പ് പറയും. അതെ, ഓക്കെ, വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. ചെക്ക്. മുത്തോണ ചെക്ക്. പ്രശോഭേട്ട ചെക്ക്. എവിടായിരുന്നോ താന്? 2 ദിവസമായാലും ഇങ്ങോട്ട് കണ്ടിട്ട്. അത് മാഡം 2 ദിവസമായിട്ട് പ്രശോഭ് സാറ് ഓഫീസിൽ വരുന്നില്ലല്ലോ, അതുകൊണ്ട് കംപ്ലീറ്റ് പണി എന്റെ തലയിലാ. അതുകൊണ്ടാ വരാൻ പറ്റാതെ. അല്ല, ഇവിടുത്തെ കാര്യമൊക്കെ എന്തായി? ഒരു സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് പറയാൻ തുടങ്ങിയപ്പോഴാ നിങ്ങൾ കയറി ഏതാട്ടൊക്കെ പറഞ്ഞത്, അങ്ങനെ ഇങ്ങനെ മറ്റേതൊക്കെ പറഞ്ഞു. മാഡം അത് വേറൊരു കാര്യമുണ്ട്. മാഡത്തെ പോലൊരു വ്യക്തി ഇതുപോലെ നിസ്സാരമായ ഒരു തെറ്റിന് സോറി പറയുക എന്ന് പറഞ്ഞാല് ലക്ഷക്കണക്കിന് മാഡത്തിന്റെ ഫാൻസ് ഉള്ളതിൽ ഞാനടക്കമുള്ള ഫാൻസ് അതൊരിക്കലും സഹിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമുക്കൊരു ചെറിയ തെറ്റ് പറ്റി, സോറി കേട്ടോ ഞാനത് എന്ന് പറയുന്നുണ്ടേ, അതിലൊരു ഈഗോയും ഇല്ല, അതൊരു മാന്യതയാണോ. ആ പ്രശോഭമുണ്ടല്ലോ, ഉറങ്ങാതിരിക്കാൻ വേണ്ടി കാല് ഏതാണ്ടൊരു ബേസിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് അതിൽ മുക്കിയൊക്കെ വെച്ചോണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ലക്ഷ്മി കൊച്ചമ്മ കൊണ്ട് കൊടുത്തത് വെട്ടി തിളയ്ക്കുന്ന വെള്ളം. ചെറുക്കൻ അറിയാതെ കാലെടുത്ത് അതിനകത്ത് ഇട്ട് മുക്കി, എന്നിട്ട് കാല് പുള്ളി അവിടെ കണ്ടിട്ടുണ്ട്. മുത്തുവിന്റെ അവസ്ഥയോ? ബെസ്റ്റ്. 2 ദിവസം ഉറങ്ങാതിരുന്ന ചെറുക്കൻ ബാത്റൂമിനകത്ത് കയറി അതിനകത്ത് ഇരുന്ന് ഉറങ്ങിപ്പോയി.
ലക്ഷ്മി ഇത് കണ്ടുപിടിച്ചു. അവളെന്ത് ചെയ്തു? അവനെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നാണ്ട് ആ സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടിട്ടിരിക്കും. ഭഗവാനെ, അവൻ അതിനകത്ത് കളത് ചത്തോന്ന് എനിക്കറിയാൻ വയ്യ. അല്ല, ലക്ഷ്മി എങ്ങനെ? അയ്യോ, അവളാരാ മോള്? അവള് കണ്ട് 2 കീർത്തി ഇങ്ങനെ വെച്ച് കണ്ണിനിടയിൽ വെച്ച് ഇങ്ങനെ കണ്ണു അടയ്ക്കാതെ ഉറങ്ങാതെ അവിടെ ഇവിടെയൊക്കെ ഭരിച്ചുകൊണ്ട് നടപ്പുണ്ട്. എല്ലാവരുടെയും ആ സ്വഭാവം ഒന്ന് മാറി തുടങ്ങി. അച്ഛമ്മ ഇങ്ങോട്ട് വന്ന് ഞാനൊരു കാര്യം കാണിച്ചു തരാം. എന്തോ മക്കളെ? അവിടെ അമ്മയും അച്ഛനും മുത്തുവങ്കളും കൂടി കാണിക്കണേണ്ട എന്റെ പൊന്നോ ചിരിച്ച്. ഒരു മോളെ, അച്ഛമ്മയ്ക്ക് വയ്യ. മക്കളൊരു കാര്യം ചെയ്തേ, ഈ അങ്കിളിനെ വിളിച്ചോണ്ട് ഇത് കാണിച്ചു കൊടുക്കും. അല്ല, അത് വേണോ? അത് വേണം. ചെന്ന് കണ്ടാട്ടെ. അങ്ങ് വാ. അല്ല, വേണം, കണ്ടാട്ടെ. വാ. അയ്യോ. ഓ ഈശ്വരാ, വാശിമൂതിനെ എല്ലാരും കൂടെ പരസ്പരം തമ്മി കുത്തി ചാവാതിരുന്നാ മതിയായിരുന്നു. ഇങ്ങോട്ട് പോ. ആ. ഇതെങ്ങോട്ട് പോകുന്നു? നീ പോന്നു? നീയെന്നോ? അയ്യോ, ആ ഉണ്ണിമേനോടെ പോന്നു. ഉണ്ണി വേണോ? അയ്യോ, എപ്പ വന്ന്? ഞാനോ? ആ. ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. ആ, നല്ല കാര്യം. അല്ല, എന്തോ ഇത് ബക്കറ്റിലെന്താ? ആ, ഇതെന്താ ഇത്? ആ, ഇത് വാഷിംഗ് മെഷീനില് തുണി നനച്ചിട്ടിരുന്നത് ഉണ്ടായിരുന്നേ. അപ്പൊ വെയിലത്ത് കൊണ്ടുവന്ന് ഇടാൻ പോവാ. ഇത് കഴുകാനുള്ള തുണിയല്ലേ? ഇതാണോ വെയിലത്തിടാൻ പോണത്? ആണോ? ആ. അപ്പൊ ഞാൻ വാഷിംഗ് മെഷീനിലിട്ടത് ഏത് തുണി? അയ്യോ, അത് കഴുകി ഉണക്കി മടക്കി വെച്ച തുണിയായിരിക്കും അമ്മ എടുത്ത് മെഷീനിലിട്ടത്. ഗുഡ് അമ്മ. കിളി പോയിരിക്കുക. കാണിച്ചു തരാം. ആ, ഹാ, ഹാ, ഹാ. എന്താ പരിപാടി? ഞാനേ നല്ല കടുപ്പത്തിലൊരു കട്ടൻ ചായ ഇടാൻ വിചാരിച്ചു. അവൻ പെട്ടെന്ന് ഉറക്കം പ്രശ്നം പറ്റില്ല. ഇതില് കട്ടൻ ചായട്ട അങ്കിളിന്റെ ഉറക്കം പെട്ടെന്ന് മാറും. ആ, അതെനിക്കറിയാം. അങ്കിള് ഗ്യാസ് കത്തിച്ചിട്ടില്ല. ഗ്യാസ് മാത്രമല്ല, വെള്ളവും വെച്ചിട്ടില്ലല്ലോ. അതെ മുത്തുവേ, ഈ മഞ്ഞപ്പൊടി ഇട്ടാൽ കട്ടൻ ചായ ഉണ്ടാകത്തില്ല. അതറിഞ്ഞൂടെ? വെള്ളം ഒഴിച്ചതാണ്. ആണോ? എന്തോ ചെയ്തു എന്ന് പറ. ഉറങ്ങാതെ എന്റെ ഉപ്പാടും പരവപ്പാടും വരുന്നേ. ആര്? എന്ത്? ആഹാ, ഉണ്ണിക്കണ്ണ എപ്പോ വന്നു? ഉണ്ണിക്കണ്ണനോ? അല്ല, ഉണ്ണി ഏട്ടാ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് 10-15 മിനിറ്റായി. ആ, മുത്തോണ ബ്രേക്ക്ഫാസ്റ്റ് എന്താ? നമ്മട്ടിയും കഴിക്കുമല്ലോ. ആ, കുറച്ച് മണ്ണ് നനച്ചേരെ. ഒരു പ്ലേറ്റും കൂടെ. കംപ്ലീറ്റ് കിളി പോയി നിൽക്കുകയല്ലേ. അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ, വീണ്ടും കഴിക്കാൻ പോവാ. കഴിച്ചായിരുന്നോ? കഴിച്ച് ഇതെന്തുവാ? ചപ്പാത്തി പലകയാ. ഞാൻ അപ്പഴേ പറഞ്ഞില്ലെങ്കിൽ ഉറങ്ങിയില്ലെങ്കിൽ ഓർമ്മ കുറവുണ്ടാവൂന്ന്. ചപ്പാത്തി പലക. അനുഭവം വന്നാലേ ഇതൊക്കെ പഠിക്കത്തുള്ളൂ മോളെ. ചപ്പാത്തി പലക എനിക്കെന്തിന്? വെങ്കി, ഓ, വെങ്കി സ്കൂളിൽ പോ. എത്ര നേരായെന്നറിയോ? അയ്യോ ആഹാ, അച്ഛനും മോക്കും ഒരു ബാഗാണല്ലോ. അമ്മ, ഇത് അച്ഛന്റെ ബാഗാണ്. ഇന്ന് സൺഡേയാ, സ്കൂളില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്യും, സൺഡേ സ്കൂളിന് പോകും. ആ ആ, സൺഡേ സ്കൂളിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഓർമ്മ വന്നേ. ഉണ്ണിയേട്ടാ ഒരു കഥ പറ, അപ്പൊ നമുക്ക് ഉറക്കം പോകും. അത് ഞാനേ പറയാമല്ലോ. അതായത് ഈ സൺഡേ സ്കൂളിൽ നിന്ന് കേൾക്കുമ്പോഴേ എനിക്ക് എന്റെ പഴയ ഒരു അനുഭവം ഓർമ്മ വരിക. എന്റെ കുഞ്ഞുനാളില് എന്റെ വീടിനടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു. എല്ലായിടത്തും പള്ളി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക്. കിളി പോയാലും തിരിച്ചു പറയാനറിയാമല്ലോ. അപ്പൊ എന്റെ വീടിനടുത്ത് പള്ളിയുണ്ട്. അപ്പൊ അവിടെ സൺഡേ സ്കൂളുണ്ട്. പള്ളിയായ സൺഡേ സ്കൂൾ കാണും. കാണും. പറയുന്ന കേക്ക്. സൺഡേ സ്കൂളിൽ ഞാൻ സൺഡേ പോവായിരുന്നു. സൺഡേ സ്കൂളിൽ പോയി അവിടുത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് അമ്മ നല്ല മട്ടൻ കറിയും, മട്ടൻ ടിക്ക, മട്ടൻ കുറുമ, ഹോട്ടലെല്ലാം നടത്തിയിരുന്ന അമ്മ. അല്ലേ പറയുന്ന കേക്ക്. അത് കഴിഞ്ഞല്ലേ ഫിഷ് മോളി, ഇതൊക്കെ ഉണ്ടാക്കി നല്ല ചൂട് ചോറുമായിട്ട് അങ്ങോട്ട് വിളമ്പി എന്റെ മുമ്പിൽ. ഞാൻ എല്ലാം കൂടെ ഒരു പിടിച്ച് അങ്ങോട്ട് അകത്താക്കി കഴിയുമ്പോഴ് നല്ല സുഖമാ. പിന്നെ ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ അങ്ങോട്ട് മെത്തയിലോട്ട് കിടന്നാ മതി, അപ്പം കൂക്കം മതി.
ഏ? ഏ? ഓ, ഒരു സമരം എനിക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റുന്നില്ല. നീയല്ലേ കിടന്ന് ചലഞ്ച് ചെയ്തത്. പറഞ്ഞു പോയി. അത് കൊള്ളാം, ഞങ്ങളെല്ലാം കൊണ്ട് ചാടിച്ചിട്ട് ഇപ്പൊ ഉറങ്ങാൻ പോണ. അയ്യോ, ഞാൻ ഇത്രയും അറിഞ്ഞില്ല. അമ്മ പറഞ്ഞപ്പോഴേ ഈ ഉറക്കം കിട്ടാതായി കഴിഞ്ഞ ഉപ്പ് മാത്രമല്ല മനുഷ്യനെ മൊത്തത്തിൽ മാറിപ്പോകും. എനിക്ക് ഉറങ്ങണം. ഉറങ്ങണോ? എനിക്ക് ഉറങ്ങണം. ഉറങ്ങണം. ആ, ഉറങ്ങണോ? അപ്പൊ നിങ്ങൾ മത്സരത്തിൽ തോറ്റ 100% തോറ്റു. 100 വട്ടം തോറ്റല്ലോ. തോറ്റു. അങ്ങനെയാണെങ്കിൽ ഞാൻ മാഡത്തിനെ ചെന്ന് കണ്ട് സംസാരിക്കാം. അയ്യോ, വേഗം, വേഗം. പോയിട്ട്, പോയിട്ട്, പോയിട്ട്. വേഗം, വേഗം, വേഗം. ഓ, പ്രശോഭേട്ടനെ പിടിച്ചോണേ. ഓ. ഹലോ. അല്ല, ഇപ്പൊ ഉറക്കത്തിന്റെ വില എല്ലാവർക്കും പിടി കിട്ടിയല്ലോ. നല്ലതുപോലെ മനസ്സിലായേ. ഉറക്കത്തിന് ഇത്രയും പ്രാധാന്യം ഉണ്ടാവുമെന്ന് എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്റെ മുന്നേട്ടാ, ഇതൊക്കെ ഇവളെ വാശിയും വൈരാഗ്യം കൊണ്ടൊക്കെ ഉണ്ടായ വിവരക്കേടാണ്. ഉറക്കമില്ലെങ്കിൽ ഒരാൾക്ക് എന്തുമാത്രം സ്വഭാവം മാറുന്നുള്ള ഇന്ന് മനസ്സിലായി. സത്യം, സ്വഭാവം മാത്രമല്ല, രൂപം വരെ മാറും. സത്യം. അതാണ് ഞാൻ പറയുന്നത്. കട്ടിൽ എവിടെയെങ്കിലും ഒന്ന് കിട്ടിയാ മതിയായിരുന്നു. കിടന്നില്ലെങ്കിലും കുഴപ്പമില്ല, കണ്ണൊന്ന് അടഞ്ഞു കിട്ടിയാ മതി. അല്ല, സത്യം പറഞ്ഞാലേ മാഡം, ഇവരിപ്പൊ കീഴടങ്ങിയ സ്ഥിതിക്ക് ഇവര് ഉറങ്ങാൻ അനുവദിക്കേ. അല്ല, അതിനു മുമ്പേ സത്യം പറഞ്ഞാൽ എനിക്കൊരു കാര്യം പറയണം. അത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അല്ല, അതിപ്പോ ഇവിടെ പറയണോ? ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരികയല്ല എന്റെ മാനേജ്. പറയട്ടെ, അമ്മ പറയൂ. അമ്മ പറയൂ, ഞാൻ കേക്കാം. അന്ന് ഞാനും പിങ്കി മോളും കൂടെ ഒരു നോട്ട്ബുക്ക് ചുമ്മാ ഞങ്ങൾ ഒപ്പിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെക്ക് കൊണ്ട് തരുന്നത്. ബാങ്കുകാരൻ ചെക്ക് കൊണ്ടിരുന്നപ്പോൾ അച്ഛനെ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, മറ്റേത് പറഞ്ഞു, മറിച്ചത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു വലിയ കഥ അങ്ങ് ഉണ്ടാക്കിയത് ആരാന്നറിയാവോ? വേണ്ടേ, ഈ ഇരിക്കുന്ന മാനേജറുകള്. ഈ വലിയ ബാങ്കിലൊക്കെ ഒരു ചെക്ക് ഒന്നുമില്ല, ഒരു ഒപ്പിട്ടപ്പോൾ ഒരു ശകലം മാറിപ്പോയാൽ അത് വലിയ സംഭവമൊന്നുമല്ല. വേറൊരു ചെക്ക് തന്നാട്ടെ, അല്ലെ ഒരു ഒപ്പൂടി ഇട്ടാട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ തീരും. ഈ മാനേജറുകൾ പറഞ്ഞു നമുക്കിതിങ്ങനെ ആക്കിയെടുത്ത് അങ്ങനെ പറയാം, ഇങ്ങനെ പറയാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെയൊക്കെ മാനേജറുകൾ പറയുന്ന കേട്ടോണ്ട് പറഞ്ഞപ്പോൾ ഒരു ഗുണമുണ്ടായി. ഉറക്കത്തിന്റെ വില എന്തോ അന്ന് 3 പേരും പഠിച്ചു. ഒരു ശബ്ദം. മാഡം, അപ്പൊ ഞാൻ ഇവരോട് 3 പേരും അതുകൊണ്ടൊരു സോറി പറയാനിരുന്നതാ. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ മാഡത്തിന്റെ ഈ സോറി പറയുന്നത് കേൾക്കാനുള്ള ഒരു ഭാഗ്യം അവർക്കുണ്ടായില്ല. ഉറക്കമില്ലയോ? എന്നാലും എന്റെ അച്ഛമ്മ എന്തൊക്കെ കള്ളത്തരാ നമ്മള് പറഞ്ഞത്. മക്കളെ, ഞാനല്ലടാ, ഈ മാനേജറുകളല്ലേ ഇതെല്ലാം ഒപ്പിച്ചത്. അതിപ്പഴേ ഈ വിവരം നമ്മൾ 3 പേരും മാത്രം അറിഞ്ഞാ മതി. ഞാൻ ആരോടും പറയില്ല. അച്ഛൻ ആരുടെ മുന്നിൽ തോക്കുന്നത് ഞങ്ങൾ സുഹാസിന് ഫാൻസിന് ഇഷ്ടമല്ല, അല്ലേ അങ്കിളെ? പിന്നെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.